അതെ, ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് കേട്ടോ, കുറേ ഒന്നുമില്ല, കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുമോ എന്നുള്ളത്, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊന്ന് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അത്ര വലിയൊരു മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് അധികം അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അറിയില്ല. പക്ഷേ എനിക്കും ഈ ഒരു ലുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അധികം പ്രൊഡക്റ്റ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു കൊല്ലം മുന്നേ മിന്ത്രയിൽ എടുത്തതാണ്. ഒരു കോഡ് സെറ്റ് ആട്ടോ. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. എനിക്ക് മിന്ത്ര ഫ്രീ തന്നതാട്ടോ. കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചപ്പോൾ അതിലാണ് ഞാൻ മേക്കപ്പ് സെറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റുഡിയോയിലേക്ക്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണത് മോയ്സ്ചറൈസർ ആണ്, പിന്നെ സൺസ്ക്രീൻ. അത് രണ്ടും നമ്മൾ ചെയ്യണം നിർബന്ധമാട്ടോ. നമ്മൾ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അധികം മേക്കപ്പ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മാക്കിന്റെ സ്ട്രോക്ക് ക്രീമാണ്. ഇത് നല്ലൊരു ഗ്ലോ തരും. അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതങ്ങനെ ഫൗണ്ടേഷൻ ആയിട്ട് കുറേ അധികം വാരി വലിച്ചൊന്നും ഇടുന്നില്ല. കെ ബ്യൂട്ടിയുടെ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിക്കും. പിന്നെ ഈ ഒരു സംഭവം ഇതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇത് റീകോഡിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ബ്ലഷ് ആണ്, ക്രീം ബ്ലഷ് ആണ്. എനിക്ക് നോക്കുമ്പോൾ ക്രീമി ഐഷാഡോകളാട്ടോ കൂടുതൽ ഇഷ്ടം, താല്പര്യം കൂടുതൽ കേട്ടോ. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടൊരു കളറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലഷും ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തു, പിന്നെ ചെറിയ മസ്കാര ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതേ ലിപ് ലൈൻ ചെയ്തു, നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടു. പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. എന്റെ മേക്കപ്പ് പ്രൊഡക്ട്സിലും മേക്കപ്പിലും അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളൊന്നും എല്ലാ പ്രാവശ്യം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് പറ്റുന്ന എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ചെയ്യാറ്. പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ബൈ.